അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് മൂർച്ച കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തൽക്കാലം വിഷയത്തിൽ ഇടപെടേണ്ടെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. വിഷയത്തിൽ ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചതിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതാണ്. എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പരിഹാരമില്ലാതെ തുടരുന്ന സംഘർഷത്തിൽ ഇടപെട്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇരുപക്ഷത്തും ചേരാതിരുന്ന സൗദിയും ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞു. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ അപലപിച്ചിരിക്കുകയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. വംശഹത്യയും ഇസ്രയേലിന്റെ ലെബനാൻ അധിനിവേശവും തടയണമെന്നും റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. പലസ്തീനിലെയും ലെബനാനിലെയും ജനതയ്ക്കൊപ്പമാണ് സൗദിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ വീണ്ടും അപലപിക്കുകയാണ്. പലസ്തീനികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും പ്രദേശത്തെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുകയുമാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ലെബനനിന്റെ ഭൂമിയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളെയും ഞാൻ അപലപിക്കുന്നു എന്നായിരുന്നു മുഹമ്മദ് ബിൻ സൽമാന്റെ വാക്കുകൾ. പലസ്തീനിലെയും ലെബനനിലെയും സഹോദരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കണം. ഇറാന്റെ പരമാധികാരത്തിൽ അതിക്രമിച്ചു കയറാൻ ഇസ്രയേലിനെ അനുവദിക്കരുതെന്നും മുഹമ്മദ് ബിൻ സൽമാൻ ആവശ്യപ്പെട്ടു. ഗസയിലും ലെബനനിലും നടക്കുന്ന അതിക്രമങ്ങളെ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഖെയ്റ്റും വിമർശിച്ചിട്ടുണ്ട്. ഗസയിലും ലെബനാനിലും അടിയന്തരമായി വെടിനിർത്തൽ ആവശ്യമാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച പുതിയ US പ്രസിഡന്റ് വാക്കുപാലിക്കുമെന്ന് കരുതാമെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചത്. അതിനിടെ സൗദി ഇറാൻ സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. സൗദി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് ബിൻ ഹമദ് അൽ റുവൈലി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയാണ് ഇറാൻ സായുധസേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗീരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മേഖലയിലെ സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് സൈനിക പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് വിവരം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ബീജിംഗ് കരാറിന്റെ തുടർച്ചയായാണ് സന്ദർശനമെന്നാണ് സൂചന. ഇറാൻ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി അഫയേഴ്സ് മേജർ ജനറൽ ഖോലം മെഹ്റാബിയുമായും അൽ റുവൈലിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സൗദിയുടെയും ഇറാന്റെയും ഭാഗങ്ങളിൽ നിന്നുള്ള സായുധസേനയിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതോടെ ഇറാനെതിരെ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ സൗദിയും കളത്തിലിറങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.